കേന്ദ്രം കേരളത്തിന് 3000 കോടി രൂപ മുൻകൂറായി വായ്പ അനുവദിച്ചു. 5000 കോടിയായിരുന്നു കേരളം ആവശ്യപ്പെട്ടത്. വിവരങ്ങളുമായി അൻഫ്ലിറ്റ് ഡിസൂസ ചേരുന്നു. അൻഫ്ലിറ്റ്, ഈ വാർത്ത എപ്പോഴാണ് പുറത്തു വന്നത്? തൽക്കാലം കേരളത്തിന് ഒരു ആശ്വാസം എന്നതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ മറ്റ് അവകാശവാദങ്ങൾ എന്തൊക്കെയാണ്? രാജേഷ്, കേരളത്തിനുള്ള വായ്പാ പരിധി കേന്ദ്ര സർക്കാർ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കുറച്ചുകൊണ്ടേയിരിക്കുന്നു. രാഷ്ട്രീയമായി തന്നെ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന സമീപനം, ഇതിനെതിരെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വലിയ തോതിൽ തർക്കം നടക്കുകയാണ്. സുപ്രീം കോടതിയിൽ പോലും നിയമ പോരാട്ടം നടത്തുന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു 3000 കോടി രൂപ കേരളത്തിന് മുൻകൂറായി വായ്പ അനുവദിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ തുകയാകട്ടെ സാധാരണഗതിയിൽ ഒരു സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ, അതായത് ഏപ്രിൽ മുതൽ ഒരു സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ ഒരു മെയ് മാസമാകുമ്പോഴാണ് സാധാരണഗതിയിൽ സംസ്ഥാനങ്ങൾ ആ സാമ്പത്തിക വർഷത്തേക്കുള്ള വായ്പാ പരിധിയിൽ ഒരു തുക സാധാരണ സംസ്ഥാനങ്ങൾ മുൻകൂറായി ആവശ്യപ്പെടാറുണ്ട്. കേരളവും പലവട്ടം അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഇത്തവണ കേരളം കേന്ദ്രത്തോട് 5000 കോടിയാണ് മുൻകൂറായി ആവശ്യപ്പെട്ടത്. ഈ 5000 കോടി ആവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തിരുന്നു. ഇതിലാണ് കേന്ദ്രം കേരളത്തിന് ഇപ്പോൾ 3000 കോടി, 5000 കോടി ആവശ്യപ്പെട്ടതിൽ 3000 കോടി മുൻകൂറായി നൽകാൻ അനുവദിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്നുള്ള മറുപടി വന്നിരിക്കുന്നത്. ഇനി ഒരു സാമ്പത്തിക വർഷത്തിൽ ആദ്യ 9 മാസം, അതായത് ഡിസംബർ വരെയുള്ള ഒരു സംസ്ഥാനത്തിന് എത്രയാണോ വായ്പാ പരിധി കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളത് ഏകദേശം മെയ് ആദ്യവാരം തന്നെ സംസ്ഥാനങ്ങൾക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പ് കേന്ദ്രം നൽകുന്നതാണ്. അതനുസരിച്ചാണെങ്കിൽ ഈ സാമ്പത്തിക വർഷം ഡിസംബർ വരെ, അതായത് ആദ്യത്തെ 9 മാസം കേരളത്തിന് എത്രയാകും വായ്പാ പരിധി, എത്രയാണ് വായ്പയാണ് അനുവദിച്ചിട്ടുള്ളത് എന്ന കണക്കുകൾ മെയ് മാസം ആദ്യവാരത്തോടു കൂടി മാത്രമേ നമുക്ക് കൃത്യമായ കണക്ക് ഈ സാമ്പത്തിക വർഷം എത്ര ലഭിക്കത്തുള്ളൂ എന്നത് സംബന്ധിച്ച് ലഭ്യമാവുകയുള്ളൂ. പക്ഷെ ആ കണക്ക് വരുന്നതിന് മുമ്പ് തന്നെയാണ് കേരളം 5000 കോടി മുൻകൂറായി ആവശ്യപ്പെട്ടിരുന്നത്. അതിൽ നിന്നാണ് ഇപ്പോൾ 3000 കോടി കേരളത്തിന് അനുവദിച്ച് വന്നിരിക്കുന്നത്. പക്ഷെ ഇനി ഈ കേരളത്തിന് ഒരു സാമ്പത്തിക വർഷം ലഭ്യമാകുന്ന തുകയിൽ നിന്നും ഈ 3000 കോടി കുറച്ചായിരിക്കും ഇനിയുള്ള ഈ ഒരു വർഷക്കാലം കേരളം ഈ തുക ഉപയോഗിച്ചായിരിക്കും മറ്റ് കാര്യങ്ങളിലേക്ക് ചിലവഴിക്കേണ്ടത്. കണക്ക് പ്രകാരമാണെങ്കിൽ ഏകദേശം 35,000 കോടിയോളം മാത്രമേ ഈ ഒരു അതായത് മുൻ സാമ്പത്തിക വർഷത്തെ കേന്ദ്രം കേരളത്തോട് പറഞ്ഞിരിക്കുന്ന ന്യായവാദങ്ങളൊക്കെ അതനുസരിച്ചാണ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 35,000 കോടി മാത്രമേ കേരളത്തിന് അനുവദിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ നിന്നാണ് ഇപ്പോൾ കേരളം 5000 കോടി ആവശ്യപ്പെടുകയും കേന്ദ്രം അതിൽ 3000 കോടി നൽകുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ 35,000 കോടി എന്നത് മുൻ വർഷങ്ങളിലെ കണക്കുകൾ പ്രകാരമുള്ള ഒരു ഏകദേശ കണക്കാണ്. എന്നാൽ കേന്ദ്രം ഇനി കൃത്യമായ കണക്ക് ഈ ഒരു സാമ്പത്തിക വർഷം എത്രയാണ് കേരളത്തിന് നൽകുന്നു എന്നുള്ള കണക്ക് മെയ് ആദ്യവാരം വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഏകദേശം അതിൽ പിന്നെയും വെട്ടിക്കുറച്ചിലുകൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ചില ആശങ്കകൾ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ചില സൂചനകളും അതുവഴി ലഭ്യമായിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേരളവും കേന്ദ്രവും തമ്മിലുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ്. കോടതിയിൽ കേരളം ആവശ്യപ്പെട്ടത് 10,000 കോടി ലഭ്യമാക്കണമെന്ന് തന്നെയാണ്. അത് സംബന്ധിച്ച് ഇപ്പോൾ ഭരണഘടനാ ബെഞ്ച്, അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിശദമായ വാദം കേൾക്കാൻ വിട്ടിരിക്കുകയാണ്. അതിൽ വാദം നീളുകയും ഒക്കെ ചെയ്യും. പക്ഷെ നിയമപരമായി കേരളവും കേന്ദ്രവും തമ്മിലുള്ള തർക്കം ഒരു ഭാഗത്ത് തുടരുമ്പോഴും ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ മുൻകൂറായി കേരളം ആവശ്യപ്പെട്ട 5000 കോടിയിൽ നിന്നാണ് ഇപ്പോൾ അടിയന്തരമായി 3000 കോടി കേരളത്തിന് അനുവദിച്ച് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ തന്നെയും കുടിശ്ശികകൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കണക്കിലെടുത്തുകൊണ്ട് ഓരോ കുടിശ്ശികയായി കേരളം തീർത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനു പുറമെ ശമ്പളം, അതോടൊപ്പം തന്നെ പലിശ പോലുള്ള ബാധ്യതകൾക്കും ദൈനംദിന ചിലവുകളൊക്കെ വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്ന, സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കേരളം 5000 കോടി അടിയന്തരമായി ആവശ്യപ്പെടുകയും കേന്ദ്രം അത് 3000 കോടി ഇപ്പോൾ നൽകിയിരിക്കുകയും ചെയ്യുന്നത്. ഈ 3000 കോടി ആണെങ്കിൽ കൂടിയും കേരളത്തിന് നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ വലിയൊരു ആശ്വാസം തന്നെയാണ് രാജേഷ്.